പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചിക്കൻ പൊരിച്ചതാണ്. ഇഞ്ചി, വെള്ളുള്ളി, മുളക് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇറച്ചി മസാല, ഉപ്പ്, 1 സ്പൂണ് കോൺഫ്ലോറും 1/2 സ്പൂൺ അരിപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇറച്ചി മസാല ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ചിക്കൻ എടുത്ത് ഇടാം. ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളകൊക്കെ ചതച്ചൊക്കെ ചേർക്കുമ്പോഴേക്ക് സമയം പോവില്ലേ. അപ്പോൾ അതിന് പകരം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതാട്ടോ. ഇതെല്ലാം മസാലയൊക്കെ ഇതിൽ പുരട്ടി വെച്ചപ്പം തന്നെ ഞാൻ വറുക്കുകയാണ്. ഈ ചൂടായ എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്താലേ ഇത് നമ്മൾ മറിച്ചിടുമ്പോൾ മസാല കലങ്ങിപ്പോല. കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ ബാക്കി ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ പൊരിച്ചെടുക്കാം. ഇത് തിരിച്ച് മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. ചിക്കൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ചെടുക്കണേ. വെന്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കണം. എന്നിട്ട് വേണം എടുക്കാൻ. ഇതൊക്കെ എടുക്കട്ടെ. അടുത്ത ചിക്കൻ കഷ്ണങ്ങളും കൂടെ ഇതിലേക്കിടാം. തിളച്ച എണ്ണ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കാം. തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ ചൂട് ഇത് വെന്തുണ്ട് അറിയണ്ടേ. വേണ്ട, നല്ലോണം വെന്തിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. ഈ ചിക്കനും വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എടുക്കാനാകുമ്പോൾ തീ കൂട്ടി വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പം നമ്മുടെ ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇഞ്ചിയും പച്ചമുളകും വെള്ളുള്ളിയൊന്നും ഇല്ലാഞ്ഞിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല. അടിപൊളി ചിക്കൻ പൊരിച്ചതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.